ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ഞങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കുഞ്ഞമ്മയുടെ കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ കൂടെ പോവുകയാണ്. പിള്ളേർക്ക് ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കണം. പിന്നെ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഒഴുകുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതൊന്ന് എന്നെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതിലേ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ആ വെള്ളം ഒഴുകുന്നിടത്ത് കണ്ടു കേട്ടോ. അടിപൊളിയുണ്ട് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല മറ്റേ എന്താ പറയുക, താറാക്കുട്ടികളൊക്കെ അതിലെ ഇങ്ങനെ നീന്തി നടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി പച്ചപ്പൊക്കെ നിറഞ്ഞ് ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കുട്ടനാടൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കുന്നത്, അതുപോലെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ താറാവൊക്കെ അതിലിങ്ങനെ നീന്തി പോകുന്നുണ്ട് കേട്ടോ. അപ്പം മഴ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറയുക, ഇത് എന്നാ പറയുക, ഡാമൊക്കെ തുറന്നാൽ ഇതിങ്ങനെ പൊന്തി വരുമെന്ന് ഇവർ പറയാറ് കേട്ടോ, അവിടെയുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അവിടെ നിർത്തി കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയി കേട്ടോ. അപ്പോഴത്തേക്ക് റോഡിൻ്റെ അപ്പുറ സൈഡ് ഇപ്പുറ സൈഡും വെള്ളം കേട്ടോ. അതേ അപ്പുറ സൈഡിലും വെള്ളം കണ്ടോ, ഇപ്പുറ സൈഡും വെള്ളമാണ്. അടിപൊളിയുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കണ്ടിങ്ങനെ കടയിലേക്ക് പോകുന്ന സമയത്തുണ്ട് ചെറുതായിട്ട് നല്ലൊരു ചാറ്റൽ മഴ വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ കോട്ടൊക്കെ എടുത്തിട്ടു കേട്ടോ. കോട്ടൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ നല്ല പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുഞ്ഞമ്മ ഹായ് വെച്ച കേട്ടോ, ഞങ്ങൾ കളിയാക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഷോപ്പിലെത്തി. അപ്പം യൂണിഫോം വേണമായിരുന്നു അപ്പൂസിന്. അപ്പോൾ അപ്പൂസിന് യൂണിഫോം എടുത്തു കുഞ്ഞമ്മ. അപ്പോൾ അങ്ങനെ 2-3 ടോപ്പിൻ്റെ സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് പോയി കാണണം. പിന്നെ എന്താ പറയുക, നല്ല നല്ല സെലക്ഷനൊക്കെയാണ് ടോപ്സൊക്കെ. ലേഡീസിൻ്റെ ഐറ്റംസൊക്കെ നല്ല സെലക്ഷനുണ്ട്. ടോപ്സൊക്കെ അടിപൊളിയാണ്. പിള്ളേരുടെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പെൺപിള്ളേരുടെ എല്ലാവരുടെയും കിട്ടും കേട്ടോ അവിടെ. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ ഒക്കെ ഡ്രസ്സുണ്ട്. അത്യാവശ്യം ഓൾമോസ്റ്റ് കുറേ സാധനങ്ങൾ അവർ ഇവിടെ ഷോപ്പിൽ സെയിലുണ്ട്. പിന്നെ നമുക്ക് ഡ്രസ്സിങ് റൂമുണ്ട്. അത് നമുക്ക് വേണേൽ ഇട്ട് നോക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെയാണ്, ട്രയൽ നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. നല്ല എനിക്കിഷ്ടപ്പെട്ട ടോപ്പാണ് കേട്ടോ. നല്ല ആ ഒരു ലൈറ്റ് റോസ് കളറിൽ ഇത് 1 പീസാണ് കേട്ടോ. നല്ല സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെ പിന്നെ കൊച്ചുങ്ങൾക്കൊക്കെ എടുത്തു, ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മയുടെ വക ജിത്തുവിനും ടുട്ടുവിനൊക്കെ ഡ്രസ്സ് അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോരുവാണ്. അപ്പോൾ കുഞ്ഞമ്മ ഡിസ്കൗണ്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കുക. അപ്പോഴത്തേക്ക് അവിടെ ഒരു കുഞ്ഞമ്മയുടെ ഫ്രണ്ട് ഒരാളെ ഷോപ്പിനാണ് അപ്പോൾ ജോലിക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ സംസാരിക്കുമായിരുന്നു കുഞ്ഞമ്മയുടെ. അപ്പോൾ അങ്ങനെ ഈ ഷോപ്പിൻ്റെ ഓണർ ഇതാണ് കേട്ടോ, ഈ പുള്ളിക്കാരിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കൗണ്ടിനെ കുറിച്ചൊക്കെ സംസാരിച്ച് നല്ല ഡിസ്കൗണ്ടൊക്കെ അത്യാവശ്യം ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ അപ്പോഴത്തേക്കും പിള്ളേരുടെ സ്കൂളിൽ പോയായിരുന്നു. അപ്പൂസിൻ്റെ സ്കൂളിൽ പോയായിരുന്നു. അപ്പോൾ അപ്പൂസ് സ്ലേറ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി കൂടി ഞങ്ങൾ പോയായിരുന്നു. അപ്പോൾ അതും പോയി കൊടുത്ത് അമ്മൂനെയും കണ്ട് അപ്പൂസിനെയും കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ അമ്മൂനെ അന്നേരം ഇൻ്റർവെല്ലിന് പുറത്ത് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ചെന്നത് കേട്ടോ. പിന്നെ അമ്മൂൻ്റെ ക്ലാസ്സിലും ഞങ്ങൾ പോയി, അപ്പൂസിൻ്റെ ക്ലാസ്സിലും പോയി അങ്ങനെ സംസാരിച്ച് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ സ്കൂളിനകത്തോട്ട് പോയ ഒരു വീഡിയോയാണ് കേട്ടോ ഇത്. അപ്പം ഇതാണ് സ്കൂള്. അപ്പം സ്കൂളിൽ പോയി ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു. അമ്മൂൻ്റെ ക്ലാസ്സാണ് കേട്ടോ ഇത്. അമ്മൂൻ്റെ ക്ലാസ്സിൽ ചെന്ന് അമ്മൂനെ കണ്ടു. അമ്മൂന് പിന്നെ പറയാം ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് എന്തോ ഉറക്കം വരുന്നെന്നോ ആയുർവേദനയെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ പോയി കണ്ട് ടീച്ചർ വിളിച്ച് പറയുകയും കൂടെ ചെയ്തായിരുന്നു. പിന്നെ അപ്പൂസ് സ്ലേറ്റ് കൊണ്ടുപോയില്ലായിരുന്നു. അങ്ങനെ അപ്പൂസിൻ്റെ ക്ലാസ്സിൻ്റെ അവിടെയും പോയി അപ്പൂസിൻ്റെ എന്നാ പറയുക ഇത് കാണുകയും ചെയ്തു. സ്ലൈറ്റൊക്കെ കൊണ്ടു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉണ്ട് കുഞ്ഞമ്മ ലസ്സി ഉണ്ടാക്കി. അത് നല്ല അടിപൊളി, നല്ല തണുത്ത് ലസ്സി ഗ്ലാസ് കുടിച്ച് നല്ല തണുപ്പ് അടിപൊളിയായി. മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുത്തു. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞമ്മ. അപ്പോൾ അങ്ങനെ മീൻ കറി വെച്ചു. ഉച്ചയ്ക്ക് മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ തോരനുണ്ടായിരുന്നു, പയറ് തോരനുണ്ടായിരുന്നു. അപ്പം കുഞ്ഞമ്മ വാരി കൊടുക്കുന്നു സിനുവിന് കഴിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഓടി സീനിയറും വന്നിരുന്ന് സീനിയർ സിനുവിനും ജൂനിയർ സിനുവിനും ചോറ് വാരി കൊടുക്കുകയാണ് നമ്മുടെ കുഞ്ഞമ്മ. അപ്പോൾ അങ്ങനെ അന്നേരം അവനും വേണമെന്ന് പറഞ്ഞാൽ അവനും കൊടുത്തു. പിന്നെ കപ്പയാണ് കേട്ടോ, അത് കപ്പയാണ് അവർ കഴിക്കുന്നത്.
അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചിരുന്ന ഒരു കട്ടൻ ചായയൊക്കെ അടിച്ച് വെച്ചിരുന്നപ്പോഴത്തേക്ക് ഇതോ നമ്മുടെ കുട്ടീസ് വന്നു സ്കൂളിൽ നിന്ന്. ഞങ്ങൾ ഇന്ന് അവർക്ക് പോകാനും മടിയായിരുന്നു കേട്ടോ, കാരണം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് കേട്ടോ. പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു ഇന്ന് കുഞ്ഞുങ്ങൾക്ക്, അതുകൊണ്ട് അവർ പോയി. ഞങ്ങളുടെ ഉള്ള സന്തോഷത്തിന് ഓടി വരും കേട്ടോ. അപ്പോൾ അവർ പോകുന്ന വീഡിയോ ഞാൻ നാളത്തെ വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇവിടെയൊന്നും സ്കൂളൊന്നും തുറന്നിട്ടില്ല, ഈ ആഴ്ചയിൽ ഒരു ദിവസമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവർ വന്നപ്പോഴത്തേക്കും ടുട്ടുവിൻ്റെ സന്തോഷം ഭയങ്കരമാണ് കേട്ടോ. പിന്നെ അമ്മുനെ വിളിക്കുന്നത് തക്കിരീന്ന് വിളിക്കുന്നത് അവൻ. അപ്പോൾ അങ്ങനെ അവനും അവരുടെ കൂടെ പോകാൻ വേണ്ടി അവർ പോകാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ കൂടെ കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവർ 4 പേരും കൂടെയാണ് കളിയും വഴക്കും കരച്ചിലും തട്ടലും മാന്തലും ഞുള്ളലും ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അത് കഴിഞ്ഞ് പിന്നെ വിശേഷമൊക്കെ സ്കൂളിലൊക്കെ ഞാൻ അമ്മൂസിനോട് ചോദിക്കുമായിരുന്നു. അമ്മു എന്തുണ്ട്, ഇന്ന് കുറച്ച് ലീവായിരുന്നല്ലോ അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ ഒക്കെ. അപ്പോൾ പിന്നെ 4 പേരും കൂടെ കൂടിയിരുന്ന് അവിടെ കളിക്കാൻ തുടങ്ങി. ചിത്തൂട്ടി ഓൾറെഡി അതൊക്കെ പറക്കി വെച്ച് ബിൽഡിങ് പണിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അപ്പൂസും അമ്മൂസും കൂടി ടുട്ടൂസും കൂടി 4 പേരും കൂടെ കൂടിയിരുന്ന് കളിയായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും അമ്മുവിന് ട്യൂഷനുണ്ട്. അപ്പോൾ ട്യൂഷൻ ടീച്ചർ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ചായ വെച്ചു പിള്ളേർക്ക് പാലൊക്കെ മാറ്റി വെച്ച്. അപ്പോൾ അതിന് ചായ കുടിയെല്ലാം കഴിഞ്ഞ് അമ്മുവിന് ട്യൂഷനും കഴിഞ്ഞ് അമ്മുവിൻ്റെ കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വൈകുന്നേരമായി. പിന്നെ ഉണ്ട് ജിത്തു കിടന്നുറങ്ങിയിട്ട്. ജിത്തുവിന് പല്ലുവേദനയും ചെവിയാനയുടെ ഒരു പ്രശ്നം വന്ന് ജിത്തുവിന് മരുന്നൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ അപ്പവും അമ്മുവും കൂടെ കളിക്കുന്നു ഇവിടെ. പിന്നെ ടുട്ടു ഇവിടെ മറ്റേ വണ്ടിയിലൊക്കെ ഉന്തുവണ്ടിയിലൊക്കെ ഇതിൽ നടപ്പുണ്ട് കേട്ടോ. ഇവർ രണ്ടും കൂടെയാണ് കളി. 3 പേരും കൂടെയാണ് കളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോയൊക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലെ ഓരോ ചെറിയ കാര്യങ്ങളും അതുപോലെ ഞങ്ങൾ കുഞ്ഞുമ്മയുടെ അടുത്ത് വന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഒരു വ്ളോഗായി എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കും ഉണ്ടാവും കേട്ടോ വീഡിയോസിൽ. അപ്പോൾ ഞാൻ വോയിസ് ചെറുതായിട്ട് കൊടുക്കുന്നത് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ, നല്ല ഉറക്കം. അപ്പോൾ വൈകിട്ട് ഉറങ്ങി ഇച്ചിരി ലൈറ്റായി പോയി, അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇത് ജിത്തുമോൻ കിടപ്പുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ, വലിയ വിശേഷമൊന്നുമില്ല. ചെറിയ കൊച്ചു ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പം നമ്മളിപ്പം വീട്ടിലല്ല, കൊല്ലത്താണ്, കുഞ്ഞമ്മേൻ്റെ അടുത്ത് കോട്ടയത്താണ്, കുഞ്ഞമ്മയുടെ അടുത്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്ക് ടാറ്റാ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലായിടത്തും മഴയുണ്ടല്ലോ അല്ലേ, എല്ലാവരും ശ്രദ്ധിക്കുക.